ഓക്കെ, അപ്പൊ ആ അയച്ച ഹോംവർക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. നിങ്ങളും നിങ്ങളുടെ ആൻസർ ഒന്ന് നോക്കിയേര്. നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മള്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ അല്ലെ. എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ O. ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ഡി എ ബി ആൻഡ് ആംഗിൾ ഡി ബി എ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ എൻ്റെ ഇത് ഇങ്ങനെ വരയ്ക്കുന്നു, അതേപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുന്നു. ഇത് നടുക്ക് സെന്റർ O ആണ്. അതേപോലെ ഇത് എ, ഇത് ബി, അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈന്, അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈന്, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ സെമി സർക്കിളിലുള്ള ഒരു ട്രയാങ്കിൾ അല്ലേ, ആണോ? അല്ലേ? കാരണം സെമി സർക്കിൾ വെച്ച് വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താ, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും, ശരിയല്ലേ? ഇത് 90 ഡിഗ്രി ആയിരിക്കും, ആണല്ലോ? ഓക്കെ, ഇതെന്താ, ഇത് പേരോട് കൊടുക്കാം, ബി സി ഡി എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 130 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ബാക്കി കണ്ടുപിടിക്കേണ്ടത് എന്താ കണ്ടുപിടിക്കുന്നത്? ഡി ബി എ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പിന്നെ എന്താ കണ്ടുപിടിക്കുന്നത്? ഡി എ ബി ഇതും കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇത് നിങ്ങൾ നോക്കി, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ മക്കളെ? നോക്കി, സർക്കിളിന്റെ ഒരു സൈഡില് ഞാൻ വേറെ ഒരു ചുമന്ന വെച്ചിട്ട് വരയ്ക്കാം. വേണ്ട, ഇവിടെ സർക്കിളിന്റെ ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്, സർക്കിളിന്റെ സർഫസിൽ കൊണ്ടു, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വേണ്ട ഇങ്ങനെ വരണമെന്നൊന്നും ഇല്ല. സർക്കിളിനകത്ത് എന്ത് വരണം? സർക്കിളിനകത്ത് 4 സൈഡുള്ള ഫിഗർ വരണം. അതിന്റെ 4 സൈഡിന്റെ വെർട്ടെക്സ് എവിടെ കൊള്ളണം? കോർണറിൽ കൊള്ളണം അല്ലേ? കോർണറിലല്ല, സർക്കിളിന്റെ സർഫസിൽ കൊള്ളണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 130 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 50 ആയിരിക്കും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? സപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം ആംഗിൾ ഡി സി ബി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി സി ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അതിന്റെ ആൻസറും കൂടെ എഴുതണം. എന്താ, ഡി എ ബി പ്ലസ് എത്രയാ? 130 ഈസ് ഈക്വൽ ടു 180 എന്നും, ആംഗിൾ ഡി എ ബി ഈസ് ഈക്വൽ ടു എത്രയാ? 180 മൈനസ് 130 എന്നും 50 എന്നും കിട്ടും, ആണോ? അപ്പം അതിന്റെ റീസൺ എന്താ? എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? എഴുതണോ ഇത്? ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾ therefore opposite angles are എന്താ? are supplementary. ശരിയല്ലേ? ഇല്ലേ? ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് എന്തുകൂടെ വേണം? ഈ ആംഗിളും വേണം. ഓൾറെഡി അറിയാലോ, ഇതൊരു ട്രയാങ്കിൾ, ഡി എ ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളാ. ആ ഡി എ ബിക്കകത്ത് 2 ആംഗിൾ കിട്ടിയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് അതും കൂടെ എഴുതണം. എന്താ? ട്രയാങ്കിൾ മാത്രം എഴുതണം. ഇൻ ട്രയാങ്കിൾ എ, ഏത് ട്രയാങ്കിളാ? എ ഡി ബി. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ ഡി ബി എ ഈസിക്കൽ എത്രയായിരിക്കും? 180 ഡിഗ്രി. അതിന്റെ കാരണം എന്താ? ആംഗിൾ സം പ്രോപ്പർട്ടി ആണ് അല്ലേ? ആംഗിൾ സം പ്രോപ്പർട്ടി ആണ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, ഇത് 90, ഇത് 50 പ്ലസ് ആംഗിൾ ഡി ബി എ ഈസിക്കൽ ടു 180 ഡിഗ്രി. അവിടെ ഒന്ന് എന്താന്ന് എഴുതാം? 140 പ്ലസ് ആംഗിൾ ഡി ബി എ ഈസിക്കൽ ടു 180 ഡിഗ്രി. അവിടുന്ന് ആംഗിൾ ഡി ബി എ ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 140, അല്ല
9 4 11 9 4 11 3 കറക്റ്റ് ശരി. ആംഗിൾ ഡി ബി എ ഈസിക്കൽ എത്ര കിട്ടി? 40 ഡിഗ്രി കിട്ടി. രണ്ടും കിട്ടിയില്ലേ? രണ്ടും കിട്ടിയോ? രണ്ടും കിട്ടിയോ? ഓക്കെയാണോ? ഇത് കിട്ടിയോ? കിട്ടിയായിരുന്നോ? ഇല്ല, മനസ്സിലായോ? നിരഞ്ജൻ ചെയ്തത് ശരിയായിരുന്നോ ഈ ക്വസ്റ്റ്യൻ? നിരഞ്ജൻ നമ്മുടെ സന കത്തി വൈസാനം ദേവനാരായൺ സന ദേവനാരായൺ ഏതാ? കുഞ്ഞേതേണ്ട ഈ ഒരു ട്രയാങ്കിളിലെ മൊത്തം ആംഗിൾ കൂട്ടുമ്പോ എത്ര വരണ്ടേ? ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും കൂടെ കൂട്ടുമ്പോ എത്ര വരണം? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ ട്രയാങ്കിൾ എടുക്കുവാണെങ്കിൽ ഈ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾ നമുക്കറിയാം. ഒരെണ്ണം 50, ഒരെണ്ണം 90. മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 90 പ്ലസ് 50 ചെയ്തിട്ട് 180 അത് മൈനസ് ചെയ്താൽ പോലെ. മനസ്സിലായില്ല? അതായത് ഈ ട്രയാങ്കിളിനകത്ത് ഈ 3 ആംഗിൾ കൂട്ടുമ്പോൾ, അതായത് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഈ രണ്ട് ആംഗിൾ അറിയാം. അപ്പൊ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ അല്ലേ? ആണോ സന? ആ ഓക്കെ, എഴുതിയെടുത്തോ? ദേവനാരായണൻ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുക. In figure calculate in figure 13.1 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. In figure 13.251 calculate angle AOC. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ in figure 13.252 O is the center of the circle and angle AOC is equal to 160 degree. Prove that 3 into angle Y is minus 2 into angle X is equal to 140 degree. ഇതാണ് കിട്ടാത്തത്. ഇതും കിട്ടിയില്ല. ഇത് കിട്ടിയോ? കിട്ടിയില്ല. രണ്ടാമത്തെ കിട്ടി. ഈ തന്നെ ഏതാണോ അത് എവിടെ നോക്കി തന്നെ. ഓക്കെ, ആദ്യത്തെ നോക്കാം. ആദ്യത്തെ പടം നോക്കിക്കോളൂ, വലുതാക്കുകയാണ്. ആദ്യത്തെ പടം ഞാൻ ഇവിടോട്ട് വരയ്ക്കുകയാണ്. ആദ്യത്തെ പടം ഒരു സർക്കിൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഇവിടുന്ന് ഒരു ആംഗിൾ ഇങ്ങനെ വരുന്നു. അത് കണ്ട് ഇവിടെ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇത് ബി, ഇത് എ, ഇത് സി, ഇത് ഒ. ഓക്കെ, എന്നിട്ട് ഇത് 30 വരുന്നു. ഇത് എത്ര വരുന്നു? 40 വരുന്നു. അതുപോലെ തന്നിട്ടുണ്ട് ഇല്ലയോ? ആദ്യത്തെ പടം ഇതല്ലേ? ആംഗിൾ AOC ആണ്. AOC എന്ന് പറയുമ്പോൾ വെളിയിലത്തെ ആണോ അകത്തെ ആണോ? അകത്തെ കണ്ടുപിടിക്കട്ടെ ഇല്ലയോ? അകത്തെ കണ്ടുപിടിക്കാം. ഓക്കെ മക്കളെ, ഇവിടെ നോക്കിയേ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഇതൊരു സർക്കിൾ ആണ്. O സെന്റർ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? O സെന്റർ ആണ് ഇല്ലേ? O സെന്റർ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എന്താ, കാൽക്കുലേറ്റ് ആംഗിൾ AOC എന്ന് പറയുമ്പോൾ ആ ഫിഗറിനകത്ത് O സെന്ററിലാണ് ഡോട്ട് ഇട്ടിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ O സെന്റർ തന്നെയാണ്, പറഞ്ഞിട്ടില്ല അവിടെ.
രണ്ടാമത്തേനകത്താ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് സെന്റർ ആണ്. സെന്റർ ആണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? റേഡിയസ്. ഓക്കെ ആണല്ലോ. ഈ ലൈൻ എന്തായിരിക്കും? റേഡിയസ്. അങ്ങനെയാണ് ഞാൻ ഇവിടെയും കൂടെ ലൈൻ വരയ്ക്കുകയാണ്. ഇതും എന്ത് തന്നെയാണ്? റേഡിയസ് അല്ലേ? അങ്ങനെ റേഡിയസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വേണ്ട ഈ ട്രയാങ്കിള് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആവത്തില്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? അതെന്തുകൊണ്ടാണ്? അതായത് ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഈ സൈഡ് ഈക്വല, ഈ സൈഡും ഈക്വല. അപ്പൊ ഒബ്വിയസ്ലി ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 40 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 40 ആയിരിക്കും. ആണോ? അതെന്തുകൊണ്ടാണ്? ഐസോസെലസ് ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള പോലെ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള രണ്ട് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും ഐസോസെലസ് അല്ലേ? അപ്പം ഈ ട്രയാങ്കിൾ ഐസോസെലസ് അല്ലേ? ഇല്ലേ? ഈ ട്രയാങ്കിൾ ഐസോസെലസ് ആണെങ്കിൽ ഇതിന്റെ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? ഇത് 30 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? ഇതും 30 ആയിരിക്കും. അപ്പം ഈ ആംഗിൾ മൊത്തത്തിൽ എത്ര കിട്ടി? 40, 30, 70 കിട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ആർക്ക് സെന്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത് ഇത്. ആ ആർക്ക് തന്നെ വേറൊരു പോയിന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് വേണ്ടത് ഈ 70. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കും ഇത്. അപ്പൊ 70 ഇതാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 140 ആയിരിക്കും. അതാണ് എന്റെ. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതണ്ടേന്ന് അറിയാമോ? നിങ്ങൾ എഴുതേണ്ടത് തന്നെ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരണം. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരണം. ഇത്രയും കാര്യങ്ങൾ എന്താ? ജോയിൻ OB. അപ്പം ഇങ്ങനെ എഴുതാം. OB ഈസ് ഈക്വൽ ടു OC ഈസ് ഈക്വൽ ടു OA ഈസ് ഈക്വൽ ടു എന്താ? റേഡിയസ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ട്രയാങ്കിൾ OBC ഈസ് ഐസോസെലസ്. Therefore, angle OCB is equal to angle OBC is equal to എത്രയാ? 40 ഡിഗ്രി. ഓക്കെ. ഇനി അതേപോലെ തന്നെ ട്രയാങ്കിൾ OAB ഈസ് ഓൾസോ ഐസോസെലസ്. ഓൾസോ ഐസോസെലസ് ആണോ? അപ്പം ആംഗിൾ അവിടുത്തെ OAB ഈസ് ഈക്വൽ ടു ആംഗിൾ OBA ഈസ് ഈക്വൽ ടു എത്രയാ? 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABC, therefore ആംഗിൾ ABC ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? ഈ മൊത്തം ആംഗിൾ ഇത് 40, ഇത് 30 വന്നു. അങ്ങനെ മൊത്തം ആംഗിൾ ABC ഈസ് ഈക്വൽ നമുക്ക് എന്താ എഴുതാം? OBA പ്ലസ് ആംഗിൾ എന്തെന്ന് എഴുതാം? OBC എന്ന് എഴുതാം. അതായത് 30 പ്ലസ് 40 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 70 കിട്ടി. Therefore ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. ആണോ? അതിന്റെ റീസൺ എന്താ? ആംഗിൾ subtended by an arc at the center will be twice the angle subtended by the same arc on any remaining point on the circle. അല്ലേ? പോരെ? ഇത്രയും പോരെ? ഇത്രയും സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? മനസ്സിലാത്തവരുണ്ടോ ചോദിച്ചു? ദേവനാരായണൻ ഓക്കെ ആണോ? Yes, sir. സന ഓക്കെ ആണോ? Yes, sir.
കഴിഞ്ഞോ? ഓക്കെ, അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ഇൻ ഫിഗർ ആംഗിൾ BAD ഈസ് ഈക്വൽ ടു 65 ഡിഗ്രി. ക്വസ്റ്റ്യൻ എഴുതി പൊക്കോണം എന്റെ കൂടെ. ആംഗിൾ ABD ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ആൻഡ് ആംഗിൾ BDC ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ BCD ആൻഡ് ആംഗിൾ ADB. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? സർ അതിന്റെ രണ്ടാമത്തെ ഭാഗം ജയിപ്പിച്ചില്ല. ഇതിന്റെ ഏതിന്റെയാ? ഓ, രണ്ടാമത്തെ ഭാഗം ഉണ്ടല്ലയോ? ഓ സോറി. അതും കൂടെ ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കിയോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലയോ? അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്റെ കൂടെ എഴുതി പൊക്കോണേ. ഇതിന്റെ പടം ഇങ്ങനെ വന്നിട്ട് അതേപോലെ തന്നെ ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ വന്ന് അതേപോലെ തന്നെ ഇങ്ങനെ വന്നു. ഇത് y, ഇത് x, ഇത് 160. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അല്ലേ? നമുക്ക് അറിയാം എന്താ? നമുക്കറിയാവുന്ന ഒറ്റ കാര്യം എന്താണെന്നറിയോ? ഇത് ADCB ആണ്. ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ x പ്ലസ് y ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്താ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ? ആണല്ലോ, റീസൺ ഇല്ലേ? എഴുതി പൊക്കോണം എന്റെ കൂടെ, എഴുതി പൊക്കോണം. ഓക്കെ, ഇനിയും അടുത്ത എന്താ? ഈ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160യുടെ പകുതിയായിരിക്കും. ആണോ? അതായത് x is equal to 160 divided by 2. അതൊന്നും ഉണ്ടാക്കണം. Angle subtended by an arc at the center will be twice the angle subtended by the same arc on any remaining point. ഈ ആർക്ക് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 160. ആ ആർക്ക് തന്നെ വേറൊരു പോയിന്റിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് x. അപ്പൊ അത് അതിന്റെ പകുതിയായിരിക്കും അല്ലേ? അപ്പം ആ റീസൺ എഴുതുക. എന്തുവാ? ആംഗിൾ സബ്റ്റൻഡഡ്. അതിന്റെ റീസൺ ഞാൻ കംപ്ലീറ്റ് എഴുതുന്നില്ല. സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദി സെന്റർ വിൽ ബി ട്വൈസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് എഴുതുക. അപ്പൊ എന്തായാലും ഇവിടുത്തെ x എത്ര കിട്ടി? x എത്ര കിട്ടിയില്ലേ? 160 divided by 2 എന്ന് പറയുമ്പോൾ എത്ര? 80. അതുകൊണ്ട് അപ്പുറത്ത് കൊടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യത്തിനകത്ത് കൊടുക്കാം. therefore മുകളിലത്തിനകത്ത് കൊടുക്കുമ്പോൾ എത്ര വരും? 80 plus y is equal to എത്രയാ? 180 എന്നും അവിടെ നിന്ന് y is equal to എത്ര കിട്ടുന്നു? 180 minus 80 എന്നും കിട്ടുന്നു. y എത്രയാ? 100 എന്ന് കിട്ടി. നമുക്ക് എന്തോ പ്രൂവ് ചെയ്യേണ്ടത്? 3 into angle y minus 2 into angle x is equal to എത്രയാ? 140 ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3 into angle y എത്രയാ? 100 minus 2 into angle x എത്രയാ? 80. നമുക്ക് കിട്ടുമോ നോക്കാം. is equal to 3 into 100 300, 2 into 80 160. അപ്പൊ എത്ര കിട്ടും? 300 into എന്താണ്? 300 minus 160 എന്ന് പറയുമ്പോൾ എത്രയാ? 140. ശരിയല്ലേ? അപ്പൊ ഇത് is equal to എന്ന് എഴുതണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. 3 into x minus 2 into y പ്രൂവ് ചെയ്യണമല്ലോ. അപ്പൊ അത് ഇങ്ങനെ എഴുതാം. കിട്ടിയാലോ? ഓക്കെ ആണല്ലോ? ദേവനാരായൺ, സന, നിരഞ്ജൻ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോവാണ്. ഞാൻ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ കുറച്ച് എഴുതിയായിരുന്നു അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ പടം കൂടെ വരച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് BAD എന്ന് പറയുന്നത് 65 ABD 70 ആണ്, BDC 45 അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പടം വരയ്ക്കാം. പടത്തിനകത്ത് എന്റെ കൂടെ വരച്ചു പൊക്കോണം, എന്റെ കൂടെ എഴുതി പൊക്കോണം. കാരണം ഈ ചാപ്റ്റർ ഇച്ചിരി വലുതാണ്. ഇത് 45, ഇത് മൊത്തത്തില് 65, ഇത് മാത്രം 70, പേര് DCAB. ഇത്രയാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കുന്നത് BCD. ഇതിനകത്ത് BCD ഏതാ? BCD എന്ന് പറയുമ്പോഴത്തേക്കും BCD ഇത്
ഇത് കണ്ടുപിടിക്കണം. എ ഡി ബി എന്ന് പറയുന്നത് ശരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശ്രദ്ധിക്കാവോ? ഇവിടെ ശ്രദ്ധിക്കാം, എല്ലാവരും ശ്രദ്ധിക്കാം. ഇത് ഒരു മേജർ സെഗ്മെന്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇത് കോഡാണ്, ഇത് മൈനർ സെഗ്മെന്റ് ആയിരിക്കും അല്ലയോ? ഈ സെഗ്മെന്റിലുള്ള ഒരു ട്രയാങ്കിൾ ആണല്ലോ ഇത്. ആ സെഗ്മെന്റിൽ തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ തന്നെ എൻഡ് ചെയ്യുന്ന ട്രയാങ്കിൾ ആണല്ലോ ഇത്. അങ്ങനെയാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 70 ആയിരിക്കും. കാരണം എന്താ? ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആർ സെയിം എന്നൊരെണ്ണം ഉണ്ട്. ശരിയല്ലേ? ശരിയല്ലേ? ഇല്ലേ? അപ്പം നമുക്ക് അതിന്റെ റീസൺ എങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാം. ആംഗിൾ as angle DBA is equal to 70 degree. Angle DCA is also എന്തായിരിക്കും? 70 degree. അതിന്റെ റീസൺ എന്താന്ന് പറയുമ്പോൾ ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്. ആ സെഗ്മെന്റ് ഏതാണെന്ന് കണ്ടല്ലോ? ഏതൊക്കെയാണ് സെഗ്മെന്റ് ഏതാണെന്ന് കണ്ടല്ലോ? ഇതാണ് ആ സെഗ്മെന്റ്. തന്നെ ഈ സെഗ്മെന്റിൽ. ഓക്കെ, അപ്പം ഇത് 70 കിട്ടി. നമുക്ക് അതല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ആ മൊത്തത്തിൽ വേണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിൾ എടുക്കുവാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ ട്രയാങ്കിൾ എടുക്കുകയാണ്. ആ ട്രയാങ്കിളിനകത്ത് 2 ആംഗിൾ തന്നിട്ടില്ലേ മൊത്തത്തിൽ? നോക്കിയേ, ഈ ആംഗിൾ മൊത്തത്തിൽ എത്ര ആന്നിരിക്കുന്നത്? ഈ ആംഗിൾ മൊത്തത്തിലാന്നിരിക്കുന്നത് എത്ര? 65. ഈ ആംഗിൾ എത്ര? 70. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ കണ്ടുപിടിക്കത്തില്ല. എന്തുവാ? ഏത് പ്രോപ്പർട്ടിയാ? ആംഗിൾ സം പ്രോപ്പർട്ടി ആണോ? ആണോടെ? ആണ്. അപ്പം ഇൻ ട്രയാങ്കിൾ എ ഡി ബി എന്താന്ന് എഴുതാം? ആ ട്രയാങ്കിൾ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എ ഡി ബി എന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് എഴുതിയാൽ മതി? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് എഴുതിയാൽ. കാരണം എന്തുകൊണ്ടാണ്? ഇൻ ട്രയാങ്കിൾ അത് തന്നെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എടുക്കണം? കാരണം ഇവിടെ ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏത് ഡി ഉണ്ട്? ഈ ഡി യു ഉണ്ട്, ഈ ഡി യു ഉണ്ട്. മനസ്സിലായി? പക്ഷെ ഇവിടെ ഈ ട്രയാങ്കിൾ എ ഡി ബി എന്ന് എടുത്തത് കൊണ്ട് നമുക്ക് വേണേൽ എങ്ങനെ എഴുതാം? ഇങ്ങനെ വേണേലും എഴുതാം. കേട്ടോ? എങ്ങനെയാ? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എത്രയാ? 180 ഡിഗ്രി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ആംഗിൾ എ ഡി ബി പ്ലസ് ആംഗിൾ ഡി എ ബി പ്ലസ് ആംഗിൾ ഡി ബി എ ഈസ് ഈക്വൽ ടു എത്രയാ? 180 ഡിഗ്രി എന്നാണ് എഴുതാം. ഇത് പെട്ടെന്ന് എഴുതിയതാ. അപ്പം ഇത് ആംഗിൾ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടുത്തെ ആംഗിൾ എ 65, ആംഗിൾ ബി 70 ആണ്, ഈസിക്കൽ ടു 180. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി പ്ലസ് 135 ഈസിക്കൽ ടു 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ഈസിക്കൽ ടു 180 മൈനസ് 135. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി ഈസിക്കൽ ടു 55. അപ്പൊ നോക്കിയേ, ഇത് 55 കിട്ടി, ഇത് 55 കിട്ടി ആണല്ലോ. ഇത് 55 ആണെങ്കിൽ ഇതും 55 ആവത്തില്ലേ? അതിന്റെ കാരണം എന്താ? നോക്കിക്കോണം. ഇത് ഒരു സെഗ്മെന്റ് അല്ലേ? ആണോ? ഈ സെഗ്മെന്റിലെ ഒരു ട്രയാങ്കിൾ അല്ലേ ഇത്? ആ ട്രയാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ആ ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്നിടത്തും അല്ലേ ഈ ട്രയാങ്കിൾ എൻഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ് ആവത്തില്ലേ? അപ്പൊ ഈ ആംഗിൾ 55 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 55 ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ അത് ഇങ്ങനെ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു 55 കിട്ടി. therefore ആംഗിൾ എ സി ബി എത്ര തന്നെ ആയിരിക്കും? 55. റീസൺ ആംഗിൾ ഇൻ സെയിം സെഗ്മെന്റ്. ക്ലിയർ? അടുത്തത് ഇനി എന്താ? നമുക്ക് ഏതൊക്കെ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്? എ ഡി ബി കണ്ടുപിടിക്കണം. എ ഡി ബി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്താ? വേണ്ട, 55. therefore ആംഗിൾ എ ഡി ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 55. പിന്നെ ഏതാ ആംഗിൾ കണ്ടുപിടിക്കണ്ടേ? ബി സി ഡി എന്ന് പറയുമ്പോൾ ഏതാ? ബി സി ഡി എന്ന് പറയുമ്പോൾ ഇത് മൊത്തം എത്ര വരും ഇവിടെ? ബി സി ഡി എന്ന് പറയുമ്പോൾ 70ഉം 55ഉം കൂടെ കൂട്ടിയാൽ മതി. ശരിയല്ലേ? ആംഗിൾ ബി സി ഡി ഈസ് ഈക്വൽ ടു 70 പ്ലസ് 55 which will be equal to എത്രയാ? 125. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
സർ 180 മൈനസ് 135 45 അല്ലേ? ആ 45 സോറി 45. അപ്പം ഇവിടെയും 45, ഇവിടെയും 45, ഇവിടെയും 45, ഇവിടെയും 45. അപ്പൊ ഇത് 115. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഫിഗർ ആംഗിൾ ACE is equal to 43, angle CAF is equal to 62. Find the values of A, B, C. അത്രേ ഉള്ളൂ. ട്രയാങ്കിൾ ഇങ്ങനെ തന്നിട്ടുള്ള ഒരു സർക്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. സർക്കിൾ ഇങ്ങനെ തന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു കോഡ് ഇങ്ങനെ തന്നു. അതിനെ ഞാൻ വെളിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു കോഡ്, അതിനെയും ഞാൻ വെളിയിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഇവിടെ നിന്ന് ഒരു കോഡ്, അത് ഞാൻ വെളിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ട് മുട്ടിക്കുകയാണ്. എന്നിട്ട് അവർ തന്നിട്ട് പേര് കൊടുക്കാം. ഇത് A, ഇത് B, അതേപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതും തമ്മിൽ ഒരു ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇത് A, B, ഇത് C, ഇത് D, ഇത് E, ഇത് F. ഇവിടെ മുട്ടിക്കണേ. ഇതും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കണം. അതായത് ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചു നീട്ടി ഇവിടെ കൊണ്ട് മുട്ടിക്കണം. ഇതാണ് F. ജോയിൻ ചെയ്തതാണ്. എന്നിട്ട് ഇത് 62, ഇത് 43, ഇത് C, ഇത് B, ഇത് A. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം നമുക്ക് എങ്ങനെയൊക്കെ ഇത് കണ്ടുപിടിക്കാന്നുള്ളത്. ഓക്കെ, നോക്കിക്കോളെ. ഞാൻ ആദ്യം മൊത്തത്തിൽ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോണം. ഇൻ ട്രയാങ്കിൾ AEC എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ഏതാന്ന് നോക്കി. ഈ മൊത്തത്തിലുള്ള ട്രയാങ്കിൾ, ഈ മൊത്തത്തിലുള്ള ഇതാണ് AEC. അതിനകത്ത് ആംഗിൾ സം പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേണ്ട ഈ ആംഗിൾ കിട്ടത്തില്ലേ? കാരണം എന്താ, ഈ ആംഗിളും ഉണ്ട്, 2 ആംഗിളും ഉണ്ട്, മൂന്നാമത്തെ ആംഗിൾ കിട്ടും അല്ലേ? പിന്നെ ആംഗിൾ AEC നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ, ആംഗിൾ A പ്ലസ് ആംഗിൾ E പ്ലസ് ആംഗിൾ C is equal to 180 ഡിഗ്രി എന്നും 62 പ്ലസ് ആംഗിൾ E പ്ലസ് 43 is equal to 180 എന്നും. അപ്പോൾ നമുക്ക് 105 പ്ലസ് ആംഗിൾ E is equal to 180 എന്നും ആംഗിൾ E is equal to 180 മൈനസ് 105 എന്നും ആംഗിൾ E is